പണ്ട് പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം പറയുന്നത് കേട്ടാൽ അമ്മമാർ പ്രാർത്ഥന ചൊല്ലി കേൾപ്പിക്കും. അതിന്റെ അവസാനം ഇങ്ങനെയാണ്: സഭയോടൊത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരികയും ചെയ്യണമേ, ആമീൻ. കുർബാന പ്രശ്നം വന്നപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. കത്തോലിക്ക സഭയോടും മാർപ്പാപ്പയോടും സീറോ മലബാർ സഭയോടും അതിന്റെ സിനഡിനോടും കൂടെ ഉറച്ചു നിൽക്കാൻ അമ്മയുടെ ഉപദേശവും കേട്ട പ്രാർത്ഥനയും മനസാക്ഷിയും പല വിശ്വാസികളെയും പ്രേരിപ്പിച്ചു. ഏകീകൃത കുർബാന ക്രമത്തെ മറ്റൊന്നും ആലോചിക്കാതെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവരോട് എത്ര പുച്ഛവും അവഗണനയുമാണ് വിമത സഭാപിതാക്കന്മാർ കാണിക്കുന്നത്. സഭാ നേതൃത്വം തുടക്കം മുതലേ സ്വീകരിച്ചത് ഈ നയം തന്നെയാണ്. കൂടെ നിൽക്കുന്നവർക്ക് ഒരു പ്രോത്സാഹനം, സഭാ ആസ്ഥാനത്ത് വന്ന് കാണാനുള്ള അനുവാദം പോയിട്ട് ഒരു ഫോൺ ചെയ്താൽ എടുക്കാനുള്ള മര്യാദ പോലും സഭാ നേതൃത്വം എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഒരു സന്ദേശം അയക്കുകയാണെങ്കിൽ അതിന് മറുപടിയും തരികയില്ല. സന്ദേശം കിട്ടിയതായി മനസ്സിലാകാതിരിക്കാൻ റീഡ് റെസിപ്റ്റ് സിഗ്നൽ ഓഫ് ചെയ്തും വെച്ചേക്കും. ഒടുവിൽ നിവർത്തികേട് കൊണ്ട് നീതിന്യായ കോടതിയിൽ പോയാൽ അതിനോട് പോലും സഹകരിക്കില്ല എന്നുള്ളത് മാത്രമല്ല, അനാവശ്യ സർക്കുലറുകൾ എഴുതി കോടതിയിൽ നിന്ന് പോലും ഒരു ഉത്തരവ് സമ്പാദിക്കാൻ പറ്റാത്ത വിധം അലങ്കോലമാക്കും. തെണ്ടി തിന്നാൻ പോലും സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെ ഇതെന്താ നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നതിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും. അങ്ങനെ 4-5 വർഷങ്ങൾ വിചിത്രമായ പെരുമാറ്റമാണ് കൂടെ നിന്നവരോട് സഭാ നേതൃത്വം കാണിച്ചത്. വിശ്വസിച്ച് കൂടെ നിന്നവരെ വഞ്ചിക്കുക, സഭയോട് കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്താനോ അവർക്ക് നേതൃത്വം നൽകാനും ഒരു മെത്രാനും മെനക്കെട്ടില്ല. കൂടെ നിന്ന വിശ്വാസികളെ നിങ്ങൾ വെറും പൊട്ടന്മാരാക്കി. ഇപ്പോൾ വിശ്വാസികളുടെ മേൽ കുതിര കയറാത്തതും വിശ്വാസികളൊക്കെ സഭയ്ക്ക് പുറത്താക്കാത്തതും നേതൃത്വത്തിന്റെ സ്ഥിതി തീരെ പരിങ്ങലിലായതുകൊണ്ട് മാത്രമല്ലേ? നിങ്ങളുടെ പ്രബോധനങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന വിശ്വാസികൾ വെറും മണ്ടന്മാർ മാത്രം. വായിൽ തോന്നിയത് കോടതിക്ക് പാട്ടെ എന്നുള്ള നിലയിൽ സർക്കുലറുകൾ മാറി മാറി അയക്കും. അതെല്ലാം പെരുവഴി കത്തിച്ചാമ്പലാവും. എന്നിട്ടും യാതൊരു ഉൾപ്പുമില്ലാതെ കൂടെ നിൽക്കുന്നവരെ പുറംകാലം കൊണ്ട് ചവിട്ടുകയും ചെയ്യും. വിചിത്രമായ രീതിയാണ് സഭാ നേതൃത്വത്തിൻ്റെത്. പാതിരി മൂത്താണല്ലോ മെത്രാനാകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പല വിശ്വാസികളും വൈകിയിരിക്കുകയാണ്. നിങ്ങളെ ശപിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. നിങ്ങൾ വെറും പ്രേതങ്ങളായി അലഞ്ഞു നടക്കും. വെറുതെ ഇരുന്ന മനുഷ്യരെ ചാടിന്മേൽ കയറ്റി. എന്നിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയ വൈകൃതങ്ങൾ നിഷ്കളങ്കരായ ഇവിടത്തെ വിശ്വാസികളോട് കാണിച്ച കൊടും വഞ്ചന തന്നെയാണ്. ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ പോലും നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളത് സംശയം തന്നെയാണ്.